ഉപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഉപാസനയിൽ നാം കാണുന്നത് ദൈവം നിന്നെ എങ്ങനെ കാണുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യനെ കാണുന്നത് പോലെയല്ല ദൈവം ഒരാളെ കാണുന്നത്. മനുഷ്യനെ കാണുമ്പോൾ ചിലപ്പോൾ മരങ്ങളായിട്ട് തോന്നും, ചിലപ്പോൾ ഉപയോഗ വസ്തുക്കളായിട്ട് തോന്നും, ചിലപ്പോൾ പരിചിതമല്ലാത്ത വ്യക്തിയായി തോന്നും. എന്നാൽ ദൈവം നിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം, യേശു ക്രിസ്തുവിലാണ് നീ ആരാണെന്നും നീ എന്തിനു വേണ്ടിയാണെന്നും നാം കണ്ടെത്തുന്നത്. ഇറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ദാറ്റ് വി ഫൈൻഡ് ഔട്ട് ഹൂ വി ആർ ആൻഡ് വാട്ട് വി ആർ ലിവിങ് ഫോർ. നാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും നാം ആരാണെന്നും കണ്ടെത്തുന്നത് യേശു ക്രിസ്തുവിലാണ്. സഹോദരങ്ങളെ, നമുക്ക് പരിചയമല്ലാത്ത വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് അവർ ആരാണെന്ന് അറിയുന്നത്? സാധാരണയായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കും, അല്ലെങ്കിൽ ഇന്ന് പ്രസൻറ്റ് സ്റ്റേജിൽ അവർ ആരാണെന്ന് നോക്കിക്കാണും. പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ആശ്രയിച്ചാണ് നാം എല്ലാ മനുഷ്യരെയും വിലയിരുത്തുന്നതും കണ്ടെത്തുന്നതും അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതും. എന്നാൽ സ്വർഗത്തിലെ ദൈവമാകട്ടെ ഒരു വ്യക്തിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത്, അവന് വിലയിടുന്നത്, അവനെക്കുറിച്ചുള്ള ധാരണകൾ പങ്കുവെക്കുന്നത് അവൻ ഫ്യൂച്ചറിൽ ആരായി തീരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എനിക്കും നിങ്ങൾക്കും ഒരാളുടെയും ഭാവി അറിയില്ല. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിന് ഇവൾ ആരായി തീരുമെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ദൈവം നിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, നാം നമ്മളെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. രണ്ടാമതായി, മറ്റുള്ളവർ നമ്മളെ കാണുന്നത് പോലെയുമല്ല ദൈവം നമ്മളെ കാണുന്നത്. ഒന്നാമത്, നാം നമ്മളെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? പലപ്പോഴും നമ്മളുടെ സെൽഫ് എസ്റ്റീം വളരെ കുറവാണെങ്കിൽ, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം വളരെ മോശപ്പെട്ടതാണെങ്കിൽ, തീർച്ചയായും നമുക്ക് നമ്മളെക്കുറിച്ചൊരു നല്ല ധാരണ ഉണ്ടാകില്ല. മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല, നമുക്കത് വിശ്വസിക്കാനും കഴിയില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ചെന്നൈയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു അനുഗ്രഹീതനായ സുവിശേഷ പ്രഘോഷകൻ, ഒട്ടേറെ സ്ഥലങ്ങളിൽ യേശുവിൻ്റെ വചനം പങ്കുവച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷകനാണ് അദ്ദേഹം. BSc എക്സാം 2-ാമത്തെ പ്രാവശ്യവും തോറ്റുപോകുന്നു. അദ്ദേഹം വലിയ വിഷമത്തിലായി. അദ്ദേഹം ഒരുപാട് കരയാൻ തുടങ്ങി, ഒരുപാട് പരാതിപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം 3-ാമത് കൂടി BSc എക്സാം ചില സബ്ജക്റ്റുകൾ പാസ്സാകുന്നതിന് വേണ്ടി എഴുതുന്നു. പക്ഷെ 3-ാമത്തെ റിസൾട്ടും വളരെ ശോചനീയമായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ഐ എം എ ഫെയിലിയർ, ഞാനൊരു തോൽവിയാണ്, ഞാനൊരു പരാജയമാണ്. ഈ സുവിശേഷകൻ്റെ, ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മനസ്സിലെ ചിന്ത ഇതായിരുന്നു: ഞാൻ ഒരു പരാജയമാണ്, എൻ്റെ വീടിന് ഞാനൊരു മോശപ്പേരാണ്, എൻ്റെ നാടിന് ഞാനൊരു ശാപമാണ്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാനായിട്ടില്ല. ഒന്നും ചെയ്യാനില്ലാത്തവന് ജീവിക്കുക അർത്ഥമില്ല. അതുകൊണ്ട് അവൻ ആരോടും പറയാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. റെയിലിൽ ചാടി വണ്ടി വരുന്ന നേരത്ത്, ചാടാനായി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ അവൻ്റെ അടുത്ത് വന്നു. ഈ പോലീസ് ഓഫീസർ മറ്റാരുമല്ല, ഇവൻ്റെ തന്നെ അങ്കിളാണ്, അമ്മയുടെ സ്വന്തം ആങ്ങള. ആ നേരത്ത് അദ്ദേഹത്തിന് നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഇതാ വണ്ടിയുടെ മുമ്പിൽ ചാടാനായിട്ട് കാത്തു നിൽക്കുന്നത് കാണുന്നത്. അവൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു, മോനെ നീ എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവൻ പറഞ്ഞു, അങ്കിളെ, 3-ാമത്തെ പ്രാവശ്യവും BSc എക്സാം തോറ്റുപോയി. ഞാനൊരു ഫെയിലിയറാണ്, എനിക്കിനി വിജയിക്കാൻ സാധ്യമല്ല, ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ പാരൻസിന് ഞാനൊരു മോശപ്പേരാണ്, എൻ്റെ കുടുംബം മുഴുവൻ എന്നിലൂടെ
മോശമായിട്ടേ അറിയപ്പെടുകയുള്ളൂ. അതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, ഈ നേരത്ത് ഈ പോലീസ് ഓഫീസർ, ഈ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മോനെ, എത്രത്തോളം മോൻ്റെ ജീവിതം പരാജയമാണെങ്കിലും മോന് വിജയത്തിലേക്ക് വരാൻ പറ്റും. 3 പ്രാവശ്യം തോറ്റു എന്ന് പറയുന്നത് ശരി തന്നെ. മോനെക്കുറിച്ച് മോൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ജീവിതം മുഴുവൻ തോൽവിയാണെന്നാണ്. പക്ഷേ ദൈവം എന്താണ് ചിന്തിക്കുന്നതെന്ന് മോൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ തോൽവിയുടെയൊക്കെ പിറകിൽ ദൈവം ചിലപ്പോൾ വല്ലതും സംസാരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആ പാതിരാത്രിയിൽ ഈ പോലീസ് ഓഫീസർ ഈ കുഞ്ഞിനെ ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, കൗമാരം പിന്നിടാത്ത ഈ സഹോദരൻ, ഈ കുഞ്ഞ് അത് മുഴുവൻ ഇങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങി. അന്ന് പാതിരാത്രിയിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി വീട്ടിലിരുന്ന് ഒരുപാട് സമയം ഈ ചെറുപ്പക്കാരൻ നിലവിളിക്കാൻ തുടങ്ങി. ഈശോയെ, ഞാൻ ഒരുപാട് പരാജയമാണ്, മറ്റുള്ളവരത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പരീക്ഷയുടെ റിസൾട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കുറിച്ച് നിനക്ക് വേറെ വല്ല വിചാരമാണെങ്കിലോ, എന്നെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇന്നേ വരെ ഞാൻ ഓർത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരന് കരയാൻ തുടങ്ങി. സഹോദരങ്ങളെ, സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ പദ്ധതി വളരെ ഉന്നതമായിരുന്നു. ചെന്നൈയിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു സത്യത്തിൽ ഇവനെക്കുറിച്ചുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ പദ്ധതി. നാളുകൾ കഴിഞ്ഞു, BSc എക്സാം വീണ്ടും അയാൾ ജയിക്കുന്നു, MSc പാസ്സാകുന്നു, ഡോക്ടറേറ്റ് എടുക്കുന്നു, അനുഗ്രഹീതനായ സുവിശേഷകനായി ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള ഒട്ടേറെ രാജ്യങ്ങളിൽ പോയി സുവിശേഷം പങ്കുവെക്കാൻ ഈ ദൈവ ശുശ്രൂഷകനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നു. നമ്മൾ ഓർക്കണം, ഞാൻ എന്നെക്കുറിച്ച് കാണുന്നത് പോലെയല്ല ദൈവം എന്നെക്കുറിച്ച് കാണുന്നത്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ മോശ. അവൻ്റെ അടുത്ത് വന്നുകൊണ്ട് സർവശക്തനായ ദൈവം ഇങ്ങനെ പറഞ്ഞു, മോസസ്, നിന്നെക്കുറിച്ച് വലിയ സ്വപ്നമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടുത്ത് ചെന്ന് ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ചുമതല നിന്നെ ഏൽപ്പിക്കുകയാണ്. മോശ പറഞ്ഞു, കർത്താവേ, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല, എനിക്ക് ശേഷിയില്ല, എനിക്ക് കഴിവില്ല, മാത്രവുമല്ല ഇതാ എനിക്ക് വിക്കുമുണ്ട്, എനിക്ക് ആരുടെ മുമ്പിൽ നിൽക്കാനുള്ള ശേഷിയില്ല, എനിക്ക് ഭയമാണ്. ഞാൻ എങ്ങനെ ഫറവോയുടെ മുമ്പിൽ ചെന്ന് പെടും? എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും? മാറി നിന്ന് നോക്കാൻ പോലും എനിക്ക് പേടിയാണ്. സഹോദരങ്ങളെ, മോശ എന്ന് പറയുന്ന വ്യക്തിക്ക് അവനെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്: എനിക്ക് കഴിവില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് ശേഷിയില്ല, പ്രഭുത്വങ്ങളെയും രാജാക്കന്മാരെയും ചക്രവർത്തിമാരുടെയും മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പറ്റില്ല, ജനങ്ങളെ നയിക്കാനുള്ള ലീഡർഷിപ്പ് സ്കിൽസ് എനിക്കില്ല. ഇതാണ് മോശയെക്കുറിച്ചുള്ള അഭിപ്രായം. എന്നാൽ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ നിനക്ക് എല്ലാവിധത്തിലും കരങ്ങൾ കോർക്കാൻ അഹറോൻ എന്ന വ്യക്തിയെ കൂടി ഞാൻ തരുന്നു. എവിടെ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് വിജയമേ ഉണ്ടാകൂ. നിനക്ക് ഈ ജനത്തെ നയിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഓർക്കണം, ചിതറിക്കിടന്ന ഇസ്രായേലിനെ കാനാൻ ദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെടുത്ത ഏറ്റവും വലിയ ജനനേതാവായി മോശ എന്ന് പറയുന്ന വ്യക്തി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഞാൻ കൊള്ളാമെന്ന് വരുത്തുന്നതിന് വേണ്ടി ചില ട്രെയിനിങ്ങുകൾക്ക് പോകുന്ന വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന്, പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവർ. ഞാൻ ഓർക്കുന്ന, ഇതാ അടുത്തിടെ ഒരു പുസ്തകം ഇറങ്ങി എന്നാണ് പറയപ്പെടുന്നത്, ആത്മഹത്യയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എത്ര പരാജയമുണ്ടായാലും ആത്മഹത്യ ചെയ്യരുത് എന്ന് ടൈറ്റിലായിട്ട് ഇങ്ങനെ എഴുതി, ആത്മഹത്യയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, ഗ്രന്ഥകർത്താവ് ആത്മഹത്യ ചെയ്തു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, പുസ്തകം ചിലവാകാത്തതുകൊണ്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ എത്ര കണ്ട് ഗ്രന്ഥങ്ങൾ വായിച്ചാലും നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കണമെന്നില്ല. കാരണം സൃഷ്ടാവിന് നമ്മളെ അറിയാവുന്നിടത്തോളം, സ്വർഗത്തിലെ പിതാവിന് നിന്നെ പരിചയം ഉള്ളിടത്തോളം മറ്റൊരാൾക്കും ഒരു മനഃശാസ്ത്രത്തിനും നിന്നെ പരിചയമില്ല. നമ്മൾ ഓർക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നമ്മളെ കാണുന്നതും നമ്മൾ മറ്റുള്ളവരെ കാണുന്നതും അവരുടെ പാസ്റ്റും പ്രസൻറ്റും നോക്കിക്കൊണ്ടാണ്. എന്നാൽ യേശു നിന്നെ കാണുന്നത് നിൻ്റെ ഫ്യൂച്ചർ നോക്കിക്കൊണ്ടാണ്. ഒരിക്കൽ യേശു
ഗലീലി തടാകത്തിൻ്റെ തീരത്തുകൂടെ നടന്നു പോകുന്നു. നടന്നു പോകുന്ന സമയത്ത് യേശു കാണുകയാണ് ചുങ്കം പിരിക്കുന്ന മത്തായിയെ. എല്ലാവരും കരുതി ഇവൻ മത്തായി ചുങ്കം പിരിക്കുന്ന ആള്, റോമാ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന മത്തായി. എന്നാൽ യേശു എന്നുള്ള മഹാഗുരു അവനെ കണ്ടത് ചുങ്കം പിരിക്കുന്ന മത്തായി ആയിട്ടല്ല, ഭാവിയിൽ സുവിശേഷം എഴുതേണ്ട മത്തായി ആയിട്ടാണ്. സക്കേവൂസ് എന്നുള്ള ചെറുപ്പക്കാരൻ, എല്ലാവരും അവനെ കണ്ടു, അവൻ ചീഫ് ടാക്സ് കളക്ടറാണ് എന്ന് പറഞ്ഞാൽ ചുങ്കം പിരിക്കുന്നവരുടെ നേതാവാണ്. റോമാ ഗവൺമെൻറ്റിനായിട്ട് ജെറുസലേമിലേക്ക് പോകുന്ന സകലരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നവൻ. എന്നാൽ കർത്താവായ യേശു സക്കേവൂസിനെ കണ്ടത് വെറും ചുങ്കം പിരിക്കുന്നവനായിട്ടല്ല, രക്ഷ പകർന്ന് കൊടുക്കുകയും അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന വിശുദ്ധനായിട്ടാണ്. എല്ലാവരും യേശുവിൻ്റെ വലതുവശത്ത് കിടന്ന കള്ളനെ കണ്ടത് ലോകത്തിൽ കട്ടുമുടിപ്പിക്കുന്നവനായിട്ടാണ്. എന്നാൽ യേശു വലതുവശത്ത് കിടന്ന കള്ളനെ കണ്ടത് സ്വർഗം പോലും കക്കാൻ പ്രാപ്തിയുള്ള അനുഗ്രഹീതനായ വിശുദ്ധ ദിസ്മസ് എന്നുള്ള മഹാ നല്ല കള്ളനായിട്ടാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ നമ്മളെ കാണുന്നത് പോലെയോ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് പോലെയോ അല്ല യേശു നമ്മളെ നോക്കിക്കാണുന്നത്. രണ്ടാമതായി, മറ്റുള്ളവർ നമ്മെ കാണുന്നത് പോലെയല്ല യേശു നമ്മളെ കാണുന്നത്. ബൈബിൾ ഏറ്റവും നല്ല ഉദാഹരണം പഴയ ജോസഫാണ്, പൂർവ്വ ജോസഫ്. അവൻ്റെ പിതാവായ യാക്കോബ് ജോസഫിനെ കണ്ടത് തൻ്റെ മക്കളിൽ ഏറ്റവും ഇളയവനും അനുഗ്രഹീതനുമായ വ്യക്തിയായിട്ടാണ്. അവൻ്റെ മറ്റ് സഹോദരന്മാർ ജോസഫിനെ കണ്ടത് വെറുതെ ഉപയോഗമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്ന മനുഷ്യനായിട്ടാണ്. വഴിയാത്രക്കാർ അവനെ കണ്ടത് കൊള്ളാവുന്ന ഒരു അടിമയായിട്ടാണ്. പൊത്തിഫർ ജോസഫിനെ കണ്ടത് അവനെ കൊള്ളാവുന്ന ഒരു ദാസനായിട്ടാണ്, വീട്ടിൽ ശുശ്രൂഷ ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ദാസനായിട്ടാണ്. പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ കണ്ടത് ഒരു കൊള്ളാവുന്ന ബോയ് ഫ്രണ്ടായിട്ടാണ്, എല്ലാവിധത്തിലും ബന്ധപ്പെടാവുന്ന ഒരു ബോയ് ഫ്രണ്ടായിട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ജോസഫിനെ കണ്ടത് ഈജിപ്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി നിയോഗിക്കപ്പെടേണ്ട വ്യക്തിയായിട്ടാണ്. സഹോദരങ്ങളെ, മറ്റുള്ളവർ നമ്മെ കാണുന്നത് പോലെയല്ല യേശു കർത്താവ് നമ്മളെ നോക്കിക്കാണുന്നത്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്ന വിധിവാചകം പോലെയല്ല എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവായ യേശു പറയുന്നത്. യേശുവിന് മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ കണ്ട് നമ്മളെ വിധിക്കാൻ കഴിയൂ. യേശുവിന് മാത്രമേ നാം ആരാണെന്ന് കൃത്യമായി നിശ്ചയിക്കാൻ കഴിയൂ. നമ്മുടെ ബയോഡേറ്റയല്ല, നമ്മുടെ CV അല്ല നിശ്ചയിക്കുന്നത് നമ്മൾ ആരാണെന്ന്. നിങ്ങൾ എവിടെ ജോലിക്ക് പോയാലും നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു എംപ്ലോയർ വാങ്ങി, ഒരു കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ വാങ്ങി, നിങ്ങൾ ഏതെല്ലാം കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് നോക്കും, ഏതെല്ലാം സ്ഥലത്ത് ക്യാമറകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കും, എവിടെയെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്ന് നോക്കും, നിങ്ങളുടെ പാസ്റ്റ് നോക്കും, നിങ്ങളുടെ പ്രസൻറ്റ് നോക്കും. എന്നാൽ യേശു നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. നിങ്ങൾ ആരാണ് എന്നാണ്, ആയിത്തീരുമെന്നാണ്. അതുകൊണ്ട് യേശു നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ പാഴ്വചനങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ ആരും പറയരുത്. നാം നമ്മളെക്കുറിച്ച് ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ പറയരുത്. കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദർശനത്തിൽ ഒരുപക്ഷെ നമ്മൾ വളരെ ഉന്നത സ്ഥാനീയരായിരിക്കാം. നമ്മൾ ഓർക്കുന്നില്ലേ, മഗ്ദലനായിലെ ഒരു ഏറ്റവും മോശപ്പെട്ട സ്ത്രീ ആയിരുന്നു മറിയം എന്ന് പറയുന്ന സ്ത്രീ. മഗ്ദലന ദേശം മുഴുവൻ മോശപ്പെട്ടതായി പറയപ്പെടാനുള്ള ഏക കാരണം മറിയം അവിടെ ജീവിച്ചു മുന്നേറി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ചെറുപ്പക്കാരായവരെല്ലാവരും അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പാപത്തിൽ വീഴുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ യേശു അവളെ കണ്ടത് തൻ്റെ ഉത്ഥാന ശേഷം ആദ്യമേ തന്നെ വെളിപ്പെടുത്തേണ്ട പെൺകുട്ടിയായിട്ടാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറെ സെൽഫ് എസ്റ്റീം തകർന്നു പോയ വ്യക്തിയാണോ നമ്മൾ?
മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് തകർന്നു പോയ വ്യക്തിയാണ് നമ്മൾ. നമ്മളെക്കുറിച്ച് തന്നെ മോശപ്പെട്ട വിധത്തിൽ ചിന്തിക്കുന്ന ബോണ്ടേജസിൽ കഴിയുന്ന വ്യക്തികളാണോ നമ്മൾ? യേശു നിന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിന് നിന്നെക്കുറിച്ച് നല്ലതേ പറയാൻ കഴിയൂ. എൻ്റെ ഫ്യൂച്ചർ കണ്ട്, എൻ്റെ ഭാവിയെ കണ്ടുകൊണ്ട് എന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന സ്വർഗത്തിലെ പിതാവേ, നീ പറയുന്ന വാക്കുകളിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന ആരാധന 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 എൻ സ്നേഹഗീതമാ എന്നേശുനാഥാ നീ എൻ സ്നേഹഗീതമാ എന്നേശുനാഥാ നീ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക് ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടോ അതിനേക്കാൾ എല്ലാം ഉപരി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അറിയുന്നു നിന്റെ സ്നേഹം അത്ര കണ്ട് പ്രധാനപ്പെട്ടതായി തോന്നിയത് കൊണ്ടാണല്ലോ ഒരുപാട് മിഷണറിമാർ അവരുടെ ജീവിതം പോലും വിലയായി കൊടുത്ത് അവിടുത്തെ സ്നേഹത്തെ പ്രഖ്യാപിക്കാനായി നിലകൊണ്ടത്. അതേ, ഞങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ളതാണ് ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെക്കാൾ ഞങ്ങൾ ഞങ്ങളുടെ യേശുവിനെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ അമ്മയെക്കാളും അപ്പനേക്കാളും ഞങ്ങൾ ഞങ്ങളുടെ യേശുവിനെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ആത്മമിത്രങ്ങളെക്കാൾ ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ ആരും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അങ്ങയെപ്പോലെ ആരെങ്കിലും ഞങ്ങളെ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങയെപ്പോലെ ആരെങ്കിലും ഞങ്ങളുടെ ഹൃദയങ്ങൾ വായിച്ചെടുത്തിട്ടുണ്ടോ? അങ്ങയെപ്പോലെ ഞങ്ങളുടെ രഹസ്യ ജീവിതം ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങയെപ്പോലെ ഞങ്ങളുടെ ഏകാന്തതയിൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഓ കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ അറിയുന്നവനെ, ഇന്ന് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ഓരോ മകനെയും മകളെയും നിന്റെ സ്നേഹത്താൽ കിരീടമണിയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
സ്നേഹം കൊണ്ട് വീണ്ടെടുക്കണമേ. സ്നേഹത്തിൻ്റെ രുചി കൊടുക്കണമേ. സ്നേഹത്തിൻ്റെ ആനന്ദം കൊടുക്കണമേ. അവരാരും തനിയെ അല്ല എന്ന് പറയണമേ. അവരാരും ഉപേക്ഷിക്കപ്പെട്ടവരല്ല എന്ന് പറയണമേ. അവരാരും എല്ലാ കാലത്തേക്കുമായി മാറ്റി നിർത്തപ്പെട്ടവരല്ല എന്ന് പറയണമേ. അത് യേശുവിൻ്റെ സ്നേഹം നമ്മളെ വീണ്ടെടുക്കുന്നു. ആ സ്നേഹം അറിഞ്ഞാൽ പിന്നെ ഞാൻ വില കുറഞ്ഞ സ്നേഹങ്ങളുടെ പിന്നാലെ പോകില്ല. ആ സ്നേഹം അറിഞ്ഞാൽ പിന്നെ ഞാൻ മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകില്ല. അതെ, അതാണ് ഏറ്റവും വലിയ നിധിയാണത്. ഓ, ആ സ്നേഹം ഞങ്ങളെ വീണ്ടെടുക്കണമേ. സ്വർഗത്തിലെ ആ സ്നേഹം ഞങ്ങളെ വീണ്ടെടുക്കട്ടെ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് വീണ്ടെടുക്കട്ടെ. ഞങ്ങളുടെ മക്കളെ വീണ്ടെടുക്കട്ടെ. ഓ കർത്താവേ, സർവസ്വവും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവനെ പോലും അർപ്പിച്ച് ഞങ്ങളുടെ ജീവനേക്കാൾ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റു പറഞ്ഞ് നിനക്ക് ആരാധനകൾ അർപ്പിക്കുന്നു കർത്താവേ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനെൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. കർത്താവേ, ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മൺമറഞ്ഞു പോയവരാണെങ്കിലും അവരുടെ സ്നേഹത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ പച്ചക്കെടാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഓ, അമ്മയേക്കാൾ ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന പ്രാണപ്രിയനാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ സ്നേഹിക്കുന്നവനാണ്, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവനാണ്. ആ ഗാഠമായ സ്നേഹത്തിൽ ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങളുടെ അപ്പന് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല, ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ വായിച്ചെടുക്കാനും കഴിയില്ല. ഓ, അപ്പനേക്കാളും അമ്മയെക്കാളും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം കിട്ടാത്ത എല്ലാ ഹൃദയങ്ങളിലേക്കും കടന്നു ചെല്ലേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരണ്ടുണങ്ങിയ ജീവിത ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ, തകർന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, വരണ്ടുണങ്ങിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീർച്ചാലായി കർത്താവിൻ്റെ സ്നേഹം ഇപ്പോൾ കടന്നു വരട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി സഹോദരങ്ങളെ നമുക്ക് ആഗ്രഹിക്കാം. പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും പ്രധാനപ്പെട്ടതാണ്, എങ്കിലും സ്നേഹമാണ് സർവോത്കൃഷ്ടം. യേശുവിനെ നേരെ അറിയാവുന്ന, അടുത്തറിയാവുന്ന സ്നേഹിതൻ യോഹന്നാൻ ഇങ്ങനെ എഴുതി, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഇരു കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയാം, ഓ യേശുവേ, മോശപ്പെട്ട സ്നേഹങ്ങളിലേക്കും വില കുറഞ്ഞ സ്നേഹങ്ങളിലേക്കും ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളെ വീണ്ടെടുക്കട്ടെ. ആ സ്നേഹത്തിൻ്റെ ചുഴിയിൽ അകപ്പെട്ടാൽ ഞങ്ങൾക്ക് മോചനമില്ല. ആ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓ, ലോകത്തെ കീഴടക്കിയ സ്നേഹമേ, പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ സ്നേഹമേ, മാനവകുലത്തിൽ ഇന്നും നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ സ്നേഹമേ, ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നിന്ന് ഇതിൽ പങ്കുപറ്റുന്ന എല്ലാവരുടെ ഇടയിലേക്ക് നീ കടന്നു വരണമേ. നിന്റെ സ്നേഹമായി വരണമേ, നിന്റെ വിശുദ്ധിയായി വരണമേ, നിന്റെ കൃപാവരങ്ങളായി വരണമേ, നിന്റെ സൗഖ്യമായി വരണമേ. ഓ യേശുവേ, ഓ സ്നേഹമേ, അങ്ങേ പോലെ
സ്നേഹിച്ചിടാ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആവതില്ല ആർക്കുമേ. ഓ ഞങ്ങൾ അംഗീകരിക്കുന്ന പിതാവേ, അങ്ങേപ്പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ.